ഗുഡ് മോർണിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലത്തെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന ചാപ്റ്ററിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുൾ ഫോർമാറ്റ് പ്രകാരം എങ്ങനെയാണ് ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക, അതിൻ്റെ പ്രോബ്ലംസാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വർക്കൗട്ട് ചെയ്തിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇതാണ് ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഒത്തിരി ബുദ്ധിമുട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ അടുത്ത സ്ലൈഡിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻകം തന്നിട്ടുണ്ട്. അത് രണ്ട് സൈഡിൽ കൊണ്ടില്ല, അതുകൊണ്ടാണ് രണ്ട് സ്ലൈഡായിട്ട് എഴുതിയത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻകം തന്നിട്ടുണ്ട്, അതുപോലെ ബാലൻസ് ഷീറ്റുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ, ജനറൽ റിസർവ്, റിട്ടൈൻഡ് ഏർണിങ്സ്, ഡിബഞ്ചേഴ്സ് ഒരു ഐറ്റംസ് തന്നിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെ ആവശ്യമുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതും അടുത്ത സ്ലൈഡിലത്തെ ആ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻകം ഒറ്റയടിക്ക് എഴുതിയെടുക്കുക. എന്നാലാണ് നമുക്ക് ഏതിലേക്കൊക്കെയാണ് നമുക്ക് ഐറ്റംസ് വരാമെന്ന് നോക്കാനായിട്ട് പറ്റും. അപ്പോൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻകത്തിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സെയിൽസ് തന്നിട്ടുണ്ട്, അതുപോലെ പർച്ചേസ് തന്നിട്ടുണ്ട്, വേജസ് തന്നിട്ടുണ്ട്. ആ ഡീറ്റെയിൽസൊക്കെ അടുത്ത സ്ലൈഡിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ സെയിൽസ്, പർച്ചേസ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം. സെയിൽസും ഫസ്റ്റ് മെത്തേഡ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ രണ്ട് മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. അതിൽ ക്വസ്റ്റ്യനിലെ സെയിൽസ്, പർച്ചേസ് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായും ഡയറക്റ്റ് മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് രണ്ട് മെത്തേഡിലും ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കണ്ടുപിടിക്കാം. പക്ഷേ നിർബന്ധമായിട്ടും ക്വസ്റ്റ്യനിലെ സെയിൽസ്, പർച്ചേസ് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഡയറക്റ്റ് മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം. അങ്ങനെ തന്നിട്ട് നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡ് ഫോളോ ചെയ്താൽ നമുക്ക് മാർക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻകത്തിൽ സെയിൽസും പർച്ചേസും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് മെത്തേഡാണ് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ? ഡയറക്റ്റ് മെത്തേഡ് ഫോളോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് മനസ്സിലിരുന്നോട്ടെ. ദെൻ ക്യാപിറ്റൽ ഏത് സ്റ്റെപ്പിലാണ് വരിക? മൂന്നാമത്തെ സ്റ്റെപ്പിൽ. ഞാൻ നമ്മൾ പറഞ്ഞത് ഓർക്കണമെന്ന് തോന്നുന്നു. ലയബിലിറ്റി സൈഡിലത്തെ എല്ലാ ഫിക്സഡ് ലയബിലിറ്റികളും മൂന്നാമത്തെ സ്റ്റെപ്പിലും, അസറ്റ് സൈഡിലത്തെ എല്ലാ ഫിക്സഡ് അസറ്റും രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് വരിക. അപ്പോൾ ക്യാപിറ്റൽ മൂന്നാമത്തെ സ്റ്റെപ്പിൽ വരും. ജനറൽ റിസർവ് നമ്മൾ ഏതിൽ ഉപയോഗിക്കാറ്? ഫസ്റ്റ് സ്റ്റെപ്പിലാണ് ഉപയോഗിക്കാറ്. പക്ഷെ അത് ഏത് മെത്തേഡ് ആകുമ്പോഴാണ്? ഇൻഡയറക്റ്റ് മെത്തേഡ് ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് ജനറൽ റിസർവിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. സോ ജനറൽ റിസർവ് ആവശ്യമില്ല. റിട്ടൈൻഡ് ഏർണിങ്സ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചില ക്വസ്റ്റ്യനിൽ P&L അക്കൗണ്ട് തരും, അതിന് പകരം ഉപയോഗിക്കുന്ന ഒരു ടേമാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ P&L അക്കൗണ്ട് തരാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ കണ്ടുപിടിക്കാറില്ലേ? അതുപോലെ തന്നെ P&L അക്കൗണ്ടിന് പകരം ചില ക്വസ്റ്റ്യനിൽ റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ് തരിക. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ പ്രോഫിറ്റ് ഫോർ ദി ഇയർ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരിക. പക്ഷേ ഇതിൽ നമ്മൾ സെക്കൻഡ് മെത്തേഡ് ഡയറക്റ്റ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്, ഇൻഡയറക്റ്റ് മെത്തേഡ് അല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഫോർ ദി ഇയർ ഏത് മെത്തേഡിൽ ആവശ്യം മതി? ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ നമുക്ക് അതും ആവശ്യമില്ലാത്തൊരു ഇൻഫർമേഷനാണ്. അപ്പോൾ അത് വെറുതെ വിട്ടിട്ടുള്ളൂ. ദെൻ ഡിബഞ്ചേഴ്സ് ഫിക്സഡ് ലയബിലിറ്റി ആണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ. ബാങ്ക് ലോൺ ഫിക്സഡ് ലയബിലിറ്റി ആണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ. ക്രെഡിറ്റേഴ്സ് നമ്മൾ സാധാരണ ക്രെഡിറ്റേഴ്സ് ഏത് സ്റ്റെപ്പിൽ ഉപയോഗിക്കാറ്? ക്രെഡിറ്റേഴ്സ് കറണ്ട് ലയബിലിറ്റി ആണ് ഒന്നാമത്തെ മെത്തേഡാണ് യൂസ് ചെയ്യാറ്. പക്ഷേ അത് ഇൻഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിൽ മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷെ ഇതിന് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഡയറക്റ്റ് മെത്തേഡ് ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല, വിട്ടിട്ടുള്ളൂ. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കാറ്? കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡ് പ്രകാരമാണ് അത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്കിനി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻകത്തിൽ വേജസ് തരുന്നുണ്ട്. വേജസ് എന്താണ്? ഒരു ഓപ്പറേറ്റിംഗ് ഇൻകം ആണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഒക്കെ ഡയറക്റ്റ് മെത്തേഡിൽ നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ നമുക്ക് വേജസ് ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ കണ്ടുപിടിക്കാറില്ലേ? എമൗണ്ട് ഷോൺ ഓൺ ദി P&L അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഔട്ട്സ്റ്റാൻഡിങ് ഇൻ ദ ബിഗിനിങ് ആഡ് ചെയ്യുക, പ്രീപെയ്ഡ് അറ്റ് ദി എൻഡും ആഡ് ചെയ്യുക, ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ് ലെസ് ചെയ്യുക, പ്രീപെയ്ഡ് അറ്റ് ദ ബിഗിനിങ് ലെസ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡയറക്റ്റ് മെത്തേഡിൽ. ഒന്നും ഫ്രണ്ടിലേക്ക് ഒന്ന് മറച്ചു നോക്കുക. അപ്പോൾ അവിടേക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ വേജസ് ഔട്ട്സ്റ്റാൻഡിങ് നമുക്ക് ഒന്നാമത്തെ സ്റ്റെപ്പിൽ ആവശ്യമുണ്ട്. അപ്പോൾ 1 എഴുതിക്കോളൂ. ദെൻ പ്രൊവിഷൻ ഫോർ ടാക്സ് നമ്മൾ എന്തായിട്ടാണ്? ഇൻഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിൽ നമ്മൾ കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഇൻഡയറക്റ്റ് മെത്തേഡ് അല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്, ഡയറക്റ്റ് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്താ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ പ്രൊവിഷനാണ് ഈ വർഷത്തെ ടാക്സ് പെയ്ഡ് ആയിട്ട് നമ്മൾ എടുക്കാറുണ്ട്. നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രൊവിഷൻ ഫോർ ടാക്സ് കാണുമ്പോൾ 2 കൊല്ലത്തെ പ്രൊവിഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പ്രൊവിഷനാണ് ഈ വർഷത്തെ ടാക്സ് പെയ്ഡ് ആയിട്ട് എടുക്കാറ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് പ്രകാരം ക്യാഷ് റെസിപ്റ്റ് ഒക്കെ കണ്ടുപിടിച്ചതിന് ശേഷം ടാക്സ് പെയ്ഡ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം.
അപ്പോൾ ഇവിടുത്തെ 2015 ഫിഗറായ 75,000 നമുക്ക് എന്തിനാവശ്യമുണ്ട്? ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. മനസ്സിലായ? പ്രൊവിഷൻ ഫോർ ടാക്സ് നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡാണ് ഫോളോ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്താൽ മതിയായിരുന്നു? ജസ്റ്റ് നമ്മുടെ കറണ്ട് ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇത് നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡ് അല്ല, അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിക്കേണ്ട. പക്ഷെ ഇത് മുഴുവനായിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പ്രൊവിഷൻ ഫോർ ടാക്സ് തന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പ്രൊവിഷനാണ് ഈ വർഷത്തെ ടാക്സ് പെയ്ഡ് ആയിട്ട് എടുക്കേണ്ടത്. അതായത് കഴിഞ്ഞ വർഷത്തെ പ്രൊവിഷനായ 75,000 ഈ വർഷത്തെ ടാക്സ് പെയ്ഡ് ആയിട്ട് നമ്മൾ എടുക്കും വേണം. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ലെസ് ചെയ്യുന്നിടത്ത് ഈ 75,000 എടുക്കണം. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പ്രൊവിഷൻ ഫോർ ടാക്സ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പ്രൊവിഷൻ ഈ വർഷത്തെ ടാക്സ് പെയ്ഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ അസറ്റ് സൈഡ് നോക്കുമ്പോൾ ഫിക്സഡ് അസറ്റ് ഉണ്ട്, നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിൽ ആവശ്യമുണ്ട്. അതിലെ ഡിപ്രീസിയേഷൻ ലെസ് നമ്മളൊന്ന് കൺസിഡർ ചെയ്യുന്നത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ല. ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യാത്ത ആ എമൗണ്ട് നമ്മൾ നോക്കിയാൽ മതി. ദെൻ സ്റ്റോക്ക് നമുക്ക് കറണ്ട് അസറ്റ് ആണ്, ഇൻഡയറക്റ്റ് മെത്തേഡ് അല്ല, അപ്പോൾ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഡെപ്റ്റേഴ്സ് നമുക്ക് ആവശ്യമില്ല. അടുത്തത് പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്താണ്? ഒരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. അത് നമ്മൾ നേരത്തെ വേജസ് ഔട്ട്സ്റ്റാൻഡിങ് കൺസിഡർ ചെയ്ത പോലെ തന്നെ നമുക്ക് ഒന്നാമത്തെ സ്റ്റെപ്പിൽ അഡ്ജസ്റ്റ്മെന്റിന് ആവശ്യമുള്ളതാണ്. അപ്പോൾ അത് അവിടെ ആവശ്യമുണ്ട്, 1 എഴുതണം. ദെൻ പ്രിലിമിനറി എക്സ്പെൻസസ് നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിൽ പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ് ദ ഫണ്ട് നമുക്ക് എഴുതാമായിരുന്നു. പക്ഷേ നമ്മളിവിടെ ഡയറക്റ്റ് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്, അപ്പോൾ ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. ദെൻ ക്യാഷ് ഇൻ ഹാൻഡ് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ആവശ്യമുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് ബാലൻസ് ഷീറ്റിലെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് വേജസ് ഔട്ട്സ്റ്റാൻഡിങ്, രണ്ടാമത്തത് പ്രീപെയ്ഡ് എക്സ്പെൻസസും. അത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് അക്കൗണ്ട് വരയ്ക്കണം. നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് അക്കൗണ്ട്സ് ടു ബി പ്രിപ്പയർ എന്ന് പറഞ്ഞിട്ട് കാണാറുണ്ട്. നമ്മൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കാറുണ്ട്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കാറുണ്ട്. അതുപോലെ ഏതൊക്കെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് തന്നിട്ടുണ്ടോ അതിൻ്റെയൊക്കെ അക്കൗണ്ടുകൾ വരയ്ക്കണം. അത് വരയ്ക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള 2 ഐറ്റംസ് ആണ് ഈ വേജസ് ഔട്ട്സ്റ്റാൻഡിങ്ങും അതുപോലെ പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് വരുന്നത്. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ആ പ്രൊവിഷൻ ഫോർ ടാക്സ് ആണ്. പ്രൊവിഷൻ ഫോർ ടാക്സ് നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിൽ ഒരു കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുത്താൽ മതിയായിരുന്നു. പക്ഷെ നമ്മളിവിടെ ഡയറക്റ്റ് മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ അതിൽ ഒരു വർഷത്തെ പ്രൊവിഷനാണ്, കഴിഞ്ഞ വർഷത്തെ പ്രൊവിഷനാണ് ഈ വർഷത്തെ ടാക്സ് പെയ്ഡ് ആയിട്ട് കണക്കാക്കാറ്. അപ്പോൾ അത് നമ്മൾ ലെസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. അടുത്ത സൈഡിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻകം ഉണ്ട്, അതും കൂടി നമുക്ക് നോക്കാം. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻകത്തിലത്തെ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത്. അതിലെന്തൊക്കെ തന്നിട്ടുണ്ട്? സെയിൽസ് തന്നിട്ടുണ്ട്, സ്റ്റോക്ക് ഓൺ 1 ജാനുവരി തന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സെയിൽസ് നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സെയിൽസ് യൂസ് ചെയ്യാറുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ആവശ്യമില്ലാത്ത ഐറ്റമാണ്, അപ്പോൾ നമ്മൾ എടുക്കുന്നത്. കാരണം നമ്മൾ ഒരിക്കലും ഓപ്പണിംഗ് സ്റ്റോക്ക് ഉപയോഗിക്കാറില്ല, അപ്പോൾ അത് ആവശ്യമില്ല. പെർച്ചേസസ് നമുക്ക് പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ആവശ്യമുള്ളതാണ്. ദെൻ സ്റ്റോക്ക് ഓൺ 31 ഡിസംബർ ക്ലോസിംഗ് സ്റ്റോക്ക്, അതിൻ്റെ ആവശ്യമില്ല. ദെൻ വേജസ്, അതാണ് ഞാൻ പറഞ്ഞത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, കാരണം ഔട്ട്സ്റ്റാൻഡിങ് വന്നതുകൊണ്ട്. അപ്പോൾ അതെടുക്കണം. സൺഡ്രി എക്സ്പെൻസസ് നമുക്ക് ആവശ്യമുണ്ട്, അപ്പോൾ അതെടുക്കണം. പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ്, അത് നമുക്ക് ആവശ്യമില്ല. അത് ഇൻഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, നമുക്ക് ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. ഡിപ്രീസിയേഷനും അവിടേക്ക് ആവശ്യമുള്ളതാണ്, നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. പ്രൊവിഷൻ ഫോർ ടാക്സും ഇൻഡയറക്റ്റ് മെത്തേഡിൽ യൂസ് ചെയ്യണം, നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ജനറൽ റിസർവും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഡിവിഡൻഡ് പെയ്ഡ് നമ്മൾ എടുക്കണം. എന്താണ് അത്? നമ്മൾ മൂന്നാമത്തെ കാറ്റഗറിയിൽ, അതായത് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഡിവിഡൻഡ് പെയ്ഡ് നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ അത് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് ആവശ്യമുള്ള ഐറ്റമാണ്. ദെൻ റീറ്റെയിൻഡ് ഏർണിങ്സ്, അത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ദെൻ നെറ്റ് ഇൻകം ഫോർ ദി ഇയർ, നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ, അത് നമുക്ക് ഇപ്പോഴത്തേക്ക് ആവശ്യമുള്ളത് ഇൻഡയറക്റ്റ് മെത്തേഡിലേക്ക് ആവശ്യമുള്ള ഐറ്റമാണ്. Then last, during the year company purchase a building cost rupees 1 lakh, 1 ലക്ഷം രൂപ വർത്തുള്ള ഒരു ബിൽഡിംഗ് പർച്ചേസ് ചെയ്തേക്കുന്നു. അത് തന്നെയാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിലും തന്നിരിക്കുന്നത്. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് 7 lakhs ഉള്ളത് 8 lakh ആക്കിയിട്ട് കൂടി, അതായത് 1 ലക്ഷം രൂപ വരെ ഇൻക്രീസിങ് വന്നിട്ടുണ്ട്. അവിടെ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. ആ ഫിക്സഡ് അസറ്റ് ബിൽഡിംഗ് തന്നെയാണ്. അപ്പോൾ വേറെ അവിടെ ഓൾറെഡി അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ്റെ ആവശ്യമില്ല. അത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് വരച്ചപ്പോൾ അതങ്ങോട്ട് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഈ 1 lakh തന്നെയാണ് അവിടത്തെയും 1 lakh. കാരണം ഫിക്സഡ് അസറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അത് ബിൽഡിംഗ് ആണ് ലാൻഡ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളത് ബിൽഡിംഗ് തന്നെ അസ്യൂം ചെയ്യും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ ആവശ്യമുള്ളത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷിൽ നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് മാത്രം എടുത്താൽ മതി. സെയിൽസ് എടുക്കണം, പർച്ചേസ് എടുക്കണം, വേജസ് എടുക്കണം, സൺഡ്രി എക്സ്പെൻസസ് എടുക്കണം, ഡിവിഡൻഡ് പെയ്ഡ് എടുക്കണം. അത്രയ്ക്ക് ഡീറ്റെയിൽസ് നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻകത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളുള്ളൂ. ഓക്കെ,
അപ്പോൾ നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങാം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ മുമ്പ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് കുറേ അഡീഷണൽ അക്കൗണ്ട്സുകൾ വരയ്ക്കാറുണ്ട്. നമുക്ക് സെയിൽസ് ഒക്കെ തന്നതുകൊണ്ട് നമ്മൾ എന്ത് വരയ്ക്കണം? ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കണം. പർച്ചേസ് തന്നതുകൊണ്ട് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കണം. ദെൻ വേജസും അതിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് തന്നതുകൊണ്ട് അതിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കണം. സൺട്രി എക്സ്പെൻസസിൻ്റെ പ്രീപെയ്ഡ് തന്നതുകൊണ്ട് അതിൻ്റെ ആ അക്കൗണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കണം. ഇത് ഈ 4 വരച്ച് കഴിഞ്ഞതിന് ശേഷം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ പോയാൽ മതി. അപ്പോൾ നമുക്കത് ഒരു സ്മൂത്തായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം വർക്കിംഗ് നോട്ട് ചെയ്യാം. ആദ്യം ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുക. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വരയ്ക്കാം. ഡെപ്റ്റേഴ്സ് അസറ്റ് ആയതുകൊണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്. ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഓപ്പണിംഗ് ബാലൻസ് ആയ 1,80,000 എന്ന് എഴുതി. ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ക്യാരിഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് 1,50,000 എന്ന് എഴുതി. പിന്നെ അടുത്തത് വരുന്നത് സെയിൽസ് ആണ്. സെയിൽസ് ഏത് സൈഡിൽ വരിക? സെയിൽസ് നടത്തുമ്പോൾ ഡെപ്റ്റേഴ്സ് കൂടും. ഒരു ഡെബിറ്റ് ബാലൻസ് അസറ്റ് കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അസറ്റ് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ സെയിൽസ് പറഞ്ഞിട്ട് എമൗണ്ട് എഴുതുക, 50 lakhs എഴുതുക. പിന്നെ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിലേക്ക് വേറെ ഒന്നും വരില്ല. ബാലൻസിങ് ചെയ്യുക. ബാലൻസിങ് ഫിഗർ നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ വരും. അതിനെന്തെന്ന് എഴുതണം? റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സിന് എഴുതണം. ഓർമ്മയില്ലെങ്കിൽ നമ്മൾ ആദ്യം ഡയറക്റ്റ് മെത്തേഡ് പ്രകാരം ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കണ്ടുപിടിച്ച പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാം. ക്വസ്റ്റ്യനിൽ സെയിൽസും പർച്ചേസസും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും വരയ്ക്കണം. അതിൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടാണ് വരച്ചത്. അതിൻ്റെ ബാലൻസിങ് ഫിഗർ എന്തായിട്ട് എഴുതാം? റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സിന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 15,30,000. ദെൻ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുക. ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി ആണ്. എല്ലാ ലയബിലിറ്റികൾക്കും ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. സോ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഓപ്പണിംഗ് ബാലൻസ് ആയ 1,85,000 എന്ന് എഴുതാം. ബാലൻസ് ക്യാരിഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ 1 lakh ക്ലോസിംഗ് ബാലൻസ് ആയ 1,05,000 എന്ന് എഴുതി. പിന്നെ അടുത്തത് എഴുതുന്നത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റം എന്ന് പറയുന്നത് പർച്ചേസ് ആണ്. പർച്ചേസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റേഴ്സ് കൂടും. ലയബിലിറ്റി കൂട്ടണമെങ്കിൽ ആ പർച്ചേസ് ഏത് സൈഡിൽ എഴുതണം? ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അപ്പോൾ പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് എത്രയാണ് പർച്ചേസ്? 10 lakh ആണ്. അത് എഴുതി ബാലൻസ് ചെയ്യുക. ബാലൻസിങ് ഫിഗർ ഡെബിറ്റ് സൈഡിൽ വന്നു. ബാലൻസിങ് ഫിഗർ ഡെബിറ്റ് സൈഡിൽ വന്നതിൻ്റെ അർത്ഥം അത്രയ്ക്ക് ആ ലയബിലിറ്റി കുറഞ്ഞു. എല്ലാ ലയബിലിറ്റികളും ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ബാലൻസിങ് ഫിഗർ ഡെബിറ്റ് സൈഡിൽ വന്നതിൻ്റെ അർത്ഥം ആ ലയബിലിറ്റി അത്രയ്ക്ക് കുറഞ്ഞു. എങ്ങനെയാണ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് കുറയുക? നമ്മൾ അവർക്കുള്ള പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ. അതിന് നേരം എഴുതണം? പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബാലൻസിങ് ഫിഗർ എഴുതാം. എമൗണ്ട് 10,80,000 കിട്ടി. ഓക്കെ. അപ്പോൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും വരച്ചിട്ട് നമ്മൾ റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സും പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സും കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് വേജസിൻ്റെയും അതുപോലെ സൺട്രി എക്സ്പെൻസസിൻ്റെയും എമൗണ്ട് കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് വേജസിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാം. വേജസ് ഇൻ ദി അക്കൗണ്ടിലുള്ളിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻകത്തിൽ തന്നിരിക്കുന്ന വേജസ് എത്രയാണ്? 40,000 ആണ്. ഇനി എന്താ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് പഠിച്ചിരിക്കുന്നത്? ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ്ങും പ്രീപെയ്ഡ് അറ്റ് ദി എൻഡും ആഡ് ചെയ്യണം. ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡും പ്രീപെയ്ഡ് അറ്റ് ദ ബിഗിനിങ്ങും ലെസ് ചെയ്യണം. അന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊന്ന് ഓർക്കുക. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന രണ്ടും ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പോൾ ബിഗിനിങ് ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യുക, എൻഡ് ഔട്ട്സ്റ്റാൻഡിങ് ലെസ് ചെയ്യുക. അപ്പോൾ ആഡ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് എമൗണ്ട് ബാലൻസ് ഷീറ്റിൽ നിന്ന് കിട്ടും 3,000. ലെസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ് ക്ലോസിങ് 5,000 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ കൂട്ടാനും കുറയ്ക്കാനുള്ളതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 38,000 കിട്ടും. ഇതാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വേജസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കേണ്ട എമൗണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 38,000. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരച്ചിട്ട് എത്രയാണ് വേജസിൻ്റെ ആക്ച്വൽ എമൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ പ്രീപെയ്ഡ് എക്സ്പെൻസസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും സെപ്പറേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കണം. സോ കാൽക്കുലേഷൻ ഓഫ് എമൗണ്ട് ഓഫ് സൺട്രി എക്സ്പെൻസസ് എന്ന് എഴുതി. ഞാൻ എക്സ്പെൻസസ് ഇൻ ദി അക്കൗണ്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സൺട്രി എക്സ്പെൻസസ് എത്രയാണ്? 2,05,000 ആണ്. ദെൻ അതിൽ ബാലൻസ് ഷീറ്റിൽ എന്താ തന്നിരിക്കുന്നത്? പ്രീപെയ്ഡ് ആണ്. അപ്പോൾ പ്രീപെയ്ഡിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? അറ്റ് ദി എൻഡ് ആഡ് ചെയ്യുക. നേരത്തെ ഔട്ട്സ്റ്റാൻഡിങ്ങിന് നേരെ ഓപ്പോസിറ്റ്. ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് ആഡ് ചെയ്ത് എൻഡ് ലെസ് ചെയ്യാണ് ചെയ്തത്. അതിന് നേരെ ഓപ്പോസിറ്റാണ് പ്രീപെയ്ഡിന് വരിക. എൻഡ് ആഡ് ചെയ്യുക, ബിഗിനിങ് ലെസ് ചെയ്യുക. സോ ആഡ് പ്രീപെയ്ഡ് അറ്റ് ദി എൻഡ് 6,000. ബാലൻസ് ഷീറ്റിലെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നത് 6,000 ആണ്. ലെസ് പ്രീപെയ്ഡ് ഇൻ ദ ബിഗിനിങ് 3,000. ഓപ്പണിംഗ് എന്ന് പറഞ്ഞിട്ട് 3,000 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് കൂട്ടാൻ
വരാനുള്ളത് കൂട്ടി കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2,08,000 എന്ന് കിട്ടും. ഈ എമൗണ്ട് ആണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിട്ട് സൺഡ്രി എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതേണ്ട എമൗണ്ട് 2,08,000 ആണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ ബാലൻസ് ഷീറ്റിൽ ഇങ്ങനെ പ്രീപെയ്ഡ് എക്സ്പെൻസസും അതുപോലെ ഔട്ട്സ്റ്റാൻഡിങ് വേജസും തന്നതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരച്ചത്. അതേസമയം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻകത്തിൽ ഈ 2 എക്സ്പെൻസസ് തരും ചെയ്തു. ബാലൻസ് ഷീറ്റിലെ ഔട്ട്സ്റ്റാൻഡിങ്ങിനെ കുറിച്ചിട്ടോ പ്രീപെയ്ഡിനെ കുറിച്ചിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ എമൗണ്ട് എടുത്തെഴുതിയാൽ മതിയായിരുന്നു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുമ്പോൾ. ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ്ങും പ്രീപെയ്ഡും തന്നതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരച്ചിട്ട് അതിൻ്റെ എമൗണ്ട് കണ്ടുപിടിച്ചത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് അത് എടുത്തെഴുതിയാൽ മതിയായിരുന്നു. അപ്പോൾ പ്രത്യേകം നോക്കുക, ഏതെങ്കിലും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ്ങോ പ്രീപെയ്ഡോ ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ടോ നോക്കുക. തന്നിട്ടുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരച്ചിട്ട് വേണം നമ്മൾ എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് മെയിൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങാം. പ്രൊഫോമ വരച്ച് 3 കോളം പ്രൊവൈഡ് ചെയ്യുക. 1 എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് എഴുതി. അതിൽ നമ്മൾ ഏത് മെത്തേഡാണ്? ഡയറക്റ്റ് മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ആ ഫോർമാറ്റ് പ്രകാരം വരയ്ക്കണം. എ എന്ന് പറഞ്ഞിട്ട് ഓപ്പറേറ്റിംഗ് ക്യാഷ് റിസീപ്റ്റ്സ് എന്ന് എഴുതാം. അതിൽ നമുക്ക് ആദ്യം ഉപയോഗിക്കേണ്ടത് ക്യാഷ് സെയിലാണ്. അതിനെക്കുറിച്ച് ക്വസ്റ്റ്യനൊന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഉപയോഗിക്കാറ് റിസീപ്റ്റ്സ് ഫ്രം കസ്റ്റമേഴ്സ് ആണ്. നമ്മൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ എമൗണ്ട് എഴുതുക, ദാറ്റ് ഈസ് 15,30,000. പിന്നെ റോയൽറ്റി ഫീസ് കമ്മീഷനൊക്കെയാണ്, ഒന്നും തന്നിട്ടില്ല. റീഫണ്ട് ഓഫ് ടാക്സ് അതും തന്നിട്ടില്ല. അപ്പോൾ വേറെ ഓപ്പറേറ്റിംഗ് ക്യാഷ് റിസീപ്റ്റ്സ് ഒന്നുമില്ല. അപ്പോൾ അത് ടോട്ടൽ ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ 15,30,000 കിട്ടി. ദെൻ ബി എന്ന് പറഞ്ഞിട്ട് ഓപ്പറേറ്റിംഗ് ക്യാഷ് പേയ്മെൻറ്റ്സ് എന്ന് എഴുതുക. ആദ്യം നമ്മൾ ക്യാഷ് പെർച്ചേസ് ആണ് എഴുതാറ്, പക്ഷെ അത് ക്വസ്റ്റ്യനിലൊന്നും പറയാത്തതുകൊണ്ട് അത് എഴുതേണ്ട ആവശ്യമില്ല. ദെൻ പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ് നമ്മൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ എമൗണ്ട് എടുത്ത് എഴുതുക, 10,80,000. ദെൻ നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് 2 നമ്മൾ കണ്ടുപിടിച്ചു, പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെൻറ്റ് വരച്ചിട്ട് ആ 2 എമൗണ്ടുകളും എടുത്ത് എഴുതുക. വേജസ് 38,000 സൺഡ്രി എക്സ്പെൻസസ് 2,08,000. ഓക്കെ, അത് 3 എഴുതി. അങ്ങനെ 3 ഓപ്പറേറ്റിംഗ് ക്യാഷ് പേയ്മെൻറ്റ്സ് ആണ് വരിക. അത് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 13,26,000 ആണ് എമൗണ്ട് കിട്ടുക. ഇനി എന്ത് ചെയ്യുക? ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞിട്ട് എയിൽ നിന്ന് ബി ലെസ് ചെയ്യുക. എ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് റെസിപ്റ്റ് എമൗണ്ട് ആയ 15,30,000 നിന്ന് ബി ആയ ഓപ്പറേറ്റിംഗ് ക്യാഷ് പേയ്മെൻറ്റ് ആയ 13,26,000 ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2,04,000 ആണ് നമുക്ക് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷനായിട്ട് കിട്ടിയത്. ഇനി അടുത്ത എന്താ നമ്മൾ എഴുതേണ്ടത്? ടാക്സ് പെയ്ഡ് ആണ് എഴുതേണ്ടത്. ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞു, ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല, പക്ഷേ ബാലൻസ് ഷീറ്റിൽ പ്രൊവിഷൻ ഫോർ ടാക്സ് തന്നിട്ടുണ്ടെങ്കിൽ, ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പ്രൊവിഷനാണ് ഈ വർഷത്തെ ടാക്സ് പെയ്ഡ് ആയിട്ട് വരിക. അത് സെപ്പറേറ്റ് ക്വസ്റ്റ്യനിലൊന്നും പറയില്ല, നമ്മളത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിലെ പ്രൊവിഷൻ ഫോർ ടാക്സ് നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് പ്രകാരമാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ, ക്വസ്റ്റ്യനിലെ പ്രൊവിഷൻ ഫോർ ടാക്സ് ഉണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പ്രൊവിഷൻ ഈ വർഷത്തെ ടാക്സ് പെയ്ഡ് ആയിട്ട് കാണിക്കണം. അത് എത്രയാണ് വരിക? 75,000 ആണ് ഈ ക്വസ്റ്റ്യനിലത്തെ ടാക്സ് പെയ്ഡ് ആയിട്ട് വരിക. അപ്പോൾ അത് എഴുതുക, ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് 75,000 അത് ലെസ് ചെയ്യേണ്ട ഐറ്റം ആണ്. സോ അത് ബ്രാക്കറ്റിലിട്ടു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച 2,04,000 നിന്ന് 75,000 ലെസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 1,29,000 കിട്ടി. അതാണ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് അത് പുറത്തേക്ക് എഴുതാം, 1,29,000. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ബാലൻസ് ഷീറ്റിൽ നോക്കുമ്പോൾ നമ്മൾ ആകെ ഒരു 2 മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണ് ആ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ലാസ്റ്റിലും തന്നിരിക്കുന്നത്. അപ്പോൾ ആകെ ഒരു ഐറ്റം ഉള്ളൂ, അതെന്തായിരുന്നു? ഫിക്സഡ് അസറ്റ് 7 lakh എന്നുള്ളത് 8 lakh ആയിട്ട് കൂടി. അപ്പോൾ എന്തായിരിക്കും? പെർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ആണ്. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് എഴുതാം, പെർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്. പെർച്ചേസ് ചെയ്തപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി, അപ്പോൾ അത് ലെസ് ചെയ്യേണ്ട ഐറ്റമാണ്. ബ്രാക്കറ്റിലിടുക, 1 lakh ബ്രാക്കറ്റിലിട്ടു. ദെൻ 2 എന്ന് പറഞ്ഞിട്ട് വേറെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്തിട്ട് പുറത്തേക്ക് എഴുതുക, ബ്രാക്കറ്റിൽ തന്നെ 1 lakh എഴുതി. അതാണ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. നമ്മൾ ആകെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം നടത്തിയിട്ടുള്ളൂ, പുതിയൊരു ഫിക്സഡ് അസറ്റ്. അത് ഏതാണെന്ന് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, അത് ബിൽഡിംഗ് ആണ് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതങ്ങനെ എഴുതുന്നില്ല, പെർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് എഴുതിയാൽ മതി. 1 lakh ബ്രാക്കറ്റിൽ പുറത്തേക്ക് എടുത്ത് എഴുതി. അതാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി.
ദെൻ 3 എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി എഴുതാം. ഏതിനൊക്കെ നമ്മൾ 3 എഴുതിയേക്കുന്നത് ആദ്യത്തെ ഷെയർ ക്യാപിറ്റലിന് എഴുതിയിട്ടുണ്ട്. അത് എന്താണ്ടായേക്കുന്നത് 3 ലാക്ക് എന്നുള്ളത് 4 ലാക്ക് ആയിട്ട് കൂടി. അതായത് നമ്മൾ പുതിയ ക്യാപിറ്റൽ ആ വർഷം മൊബിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് എഴുതുന്നത് ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എത്ര എമൗണ്ട് 1 ലാക്ക് ആണ്. നമുക്ക് ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് വരികയാണ് ചെയ്യുന്നത്. സോ ബ്രാക്കറ്റ് ഇടേണ്ട ആവശ്യമില്ല. ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റ് ഇടാണ്ട് 1 ലാക്ക് എഴുതാം. പിന്നെ അടുത്ത് എന്താണ് ഡിബഞ്ചേഴ്സ് ആണ്. ഡിബഞ്ചേഴ്സ് എന്താണ്ടായിരിക്കുന്നത് 2 ലാക്ക് എന്നുള്ളത് 1,25,000 ആയിട്ട് കുറഞ്ഞു. അതെന്താണ്ടായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയല്ല കുറയുക. കൂടാണെങ്കിൽ പുതുതായിട്ട് മൊബിലൈസ് ചെയ്തിട്ടുണ്ടാവും, കുറയാണെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് എത്രയാണ് 2 ലാക്ക് എന്നുള്ളത് 1,25,000 ഡിഫറൻസ് എമൗണ്ട് 75,000 കുറഞ്ഞു. അപ്പോൾ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞ് ഞാൻ മൂന്നാമതായിട്ട് എഴുതിയേക്കുന്നത് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് 7,000 ബ്രാക്കറ്റിലിട്ടു. ഓക്കെ, നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ് ചെയ്യുന്നത്. സോ ബ്രാക്കറ്റിലിടുക. then അടുത്ത എന്താണ് നമ്മൾ എഴുതിയേക്കുന്നത് ലോണാണ്. ലോണിന് ഓപ്പണിംഗ് ഉണ്ടായിരുന്നില്ല, ക്ലോസിംഗ് ഉണ്ടായിട്ടുണ്ട്. അതായത് എന്തായിരിക്കും ആ വർഷം നമ്മൾ പുതുതായിട്ട് ലോണ് എടുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ അർത്ഥം. ഓപ്പണിംഗ് ഇല്ല, അതായത് ആ വർഷം തുടങ്ങുമ്പോൾ നമുക്ക് ലോൺ ഉണ്ടായിട്ടില്ല, പക്ഷെ അവസാനമായപ്പോഴേക്കും ഒരു ലോൺ വന്നതിൻ്റെ അർത്ഥം ആ വർഷത്തിൽ നമ്മൾ പുതുതായിട്ട് ലോൺ എടുത്തിട്ടുണ്ട്. അപ്പം എന്താണ് എഴുതേണ്ടത് റേസിംഗ് ഓഫ് ലോൺ എന്ന് പറഞ്ഞിട്ട് ലോൺ എടുക്കുമ്പോൾ നമ്മുടെ കമ്പനിയിലേക്ക് ക്യാഷ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രാക്കറ്റ് ഇടേണ്ട ആവശ്യമില്ല, ക്യാഷ് വരികയാണ് ചെയ്യുന്നത്. എത്ര എമൗണ്ട് ആണ് 40,000. സോ റേസിംഗ് ഓഫ് ലോൺ എന്ന് പറഞ്ഞിട്ട് 40,000 എന്ന് എഴുതി. ദെൻ ബാലൻസ് ഷീറ്റിൽ ഇനി വേറെ ഒന്നുമില്ല, 3 എന്ന് എഴുതിയേക്കുന്നത്. പിന്നെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻകത്തിൽ എന്ത് നമ്മൾ എഴുതിയിട്ടുണ്ട് ഡിവിഡൻഡ് പെയ്ഡ് എഴുതിയിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിവിഡൻഡ് പെയ്ഡ് ഏതിലാണ് വരിക ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റിയിലാണ് വരിക. കാരണം നമ്മൾ ആർക്കാണ് ഡിവിഡൻഡ് കൊടുക്കുക ഷെയർ ഹോൾഡേഴ്സിനാണ് ഡിവിഡൻഡ് കൊടുക്കുക. ഷെയർ ഹോൾഡേഴ്സ് ഷെയർ ക്യാപിറ്റൽ വരുന്നത് ഫിനാൻസിങ് ആക്ടിവിറ്റീസിലാണ്. അപ്പോൾ അതുപോലെ തന്നെ ഡിവിഡൻഡ് പെയ്ഡും അത് തന്നെയാണ് വരിക. സോ ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് എത്ര രൂപയാണ് നമ്മൾ ഡിവിഡൻഡ് കൊടുത്തിരിക്കുന്നത് 1 ലാക്ക് റുപ്പീസ് ആണ് ഡിവിഡൻഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിവിഡൻഡ് പേ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അത് ബ്രാക്കറ്റിൽ എഴുതി 1 ലാക്ക് എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകളാണുള്ളത്. 2 വരവുണ്ടായി, 2 ചിലവുണ്ടായി. അപ്പോൾ അത് എഴുതി അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് ഫിഗറാണ് കിട്ടുക 35,000. കാരണം 1,75,000 നെഗറ്റീവും 1,40,000 പോസിറ്റീവുമാണ്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് ഫിഗറാണ് ആൻസർ കിട്ടുക. അപ്പോൾ പുറത്തേക്ക് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതുക 35,000 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ 3 നമ്മൾ എന്ത് കണ്ടുപിടിച്ചു 3 ഹെഡ്സിൻ്റെയും എമൗണ്ടുകൾ നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം നെറ്റ് ക്യാഷ് ഫ്ലോ ഫോർ ദി ഇയർ കണ്ടുപിടിക്കണം. ഈ 3 ഐറ്റംസും ആഡ് ചെയ്യുക. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുടെ എമൗണ്ടായ 1,29,000 പ്ലസ് ആണ്. ദെൻ സെക്കൻഡിൻ്റെ നെഗറ്റീവാണ്. അപ്പോൾ 1,29,000 നിന്ന് 1 ലാക്ക് ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 29,000 കിട്ടും. അതിൽ നിന്ന് ഈ 35,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് ഫിഗറാണ് കിട്ടുക -6,000 കിട്ടും. ഈ 3ഉം കൂടി ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ മൈനസ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക. അതൊന്നും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -6,000 ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റിൽ -6,000 എന്ന് എഴുതി. മൈനസ് എന്ന് എഴുതരുത്, ബ്രാക്കറ്റിൽ 6,000 എന്ന് എഴുതി. എന്ത് ചെയ്യണം അതിനോട് കൂടി ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വൽ അറ്റ് ദി ബിഗിനിങ്, അതായത് ഓപ്പണിംഗ് ഓഫ് ക്യാഷ് നമ്മൾ ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് 95,000. 95,000 കൂടി -6,000 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും 89,000 കിട്ടും. അത് തന്നെയാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ക്ലോസിംഗ് ക്യാഷ് എന്ന് പറയുന്നത്. സോ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വൽ അറ്റ് ദി എൻഡ് 89,000 കിട്ടി. അപ്പോൾ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തത് കറക്റ്റായി. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്, കുറച്ചധികം അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയത് അത്രയ്ക്ക് ശ്രദ്ധിച്ചിട്ടൊന്നും പഠിക്കുക. ഇത്രയും കോൺസെപ്റ്റ് മനസ്സിലാക്കി നമുക്കത് എളുപ്പമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തിരി കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുള്ളൊരു പ്രോബ്ലമാണ്. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് 1-2 തവണ വർക്കൗട്ട് ചെയ്തിട്ട് പഠിച്ചാലേ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ ഈ ബ്രാക്കറ്റുകളുള്ളത് ലെസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബ്രാക്കറ്റ് ഉള്ളതിൻ്റെ അർത്ഥം നെഗറ്റീവ് ഫിഗറാണ്. അപ്പോൾ അതിന് മൈനസ് തന്നെ ചെയ്യണം. അല്ലാത്തത് പോസിറ്റീവ് നമ്മൾ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. 95,000ഉം 6,000ഉം ആഡ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് നമുക്ക് 89,000 കിട്ടുന്നത്. അതുപോലെ നെറ്റ് ക്യാഷ് ഫ്ലോ ഫോർ ദി ഇയർ 6,000 കിട്ടുന്നത് നമുക്ക് ആദ്യം 1,29,000 പോസിറ്റീവ് ആയിരുന്നു. അതിൽ നിന്ന് നമ്മൾ 1 ലാക്ക് കുറച്ചപ്പോൾ നമുക്ക് പോസിറ്റീവ് 29,000 കിട്ടിയത്. പക്ഷെ അതിനോട് കൂടി നമ്മൾ -35,000 ആണ് ആഡ് ചെയ്തത്. 29 പ്ലസും 35 മൈനസും, അങ്ങനെയാണ് നമുക്ക് -6,000 കിട്ടിയത്. അപ്പോൾ അതും ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യണം കേട്ടോ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ചെറിയൊരു പ്രോബ്ലം ആണ്. ഒരു ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ഏത് സ്റ്റെപ്പിൽ ആവശ്യമുള്ളത്? ക്യാപിറ്റൽ മൂന്നാമത്തെ സ്റ്റെപ്പിൽ. അപ്പോൾ 3 എന്ന് എഴുതി. റീറ്റെയിൻഡ് ഏർണിങ്സ് ഞാൻ നേരത്തെ പറഞ്ഞു. റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് P&L അക്കൗണ്ട് തന്നെയാണ്. അപ്പോൾ ഇതിൽ വേറെ ഇൻഫർമേഷൻ ഒന്നും തന്നിട്ടില്ല. ദെൻ പ്രത്യേകിച്ച് സെയിൽസ് പർച്ചേസിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഏത് മെത്തേഡ് ഫോളോ ചെയ്യാം? ഇൻഡയറക്റ്റ് മെത്തേഡ് ഫോളോ ചെയ്യാം. അപ്പോൾ റീറ്റെയിൻ ഏർണിങ്സ് നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? P&L അക്കൗണ്ട് ട്രീറ്റ് ചെയ്യുന്ന പോലെ പ്രോഫിറ്റ് ഫോർ ദി ഇയർ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അത് ഒന്നാമത്തെ സ്റ്റെപ്പിലേക്ക് ആവശ്യമാണ്. അപ്പോൾ 1 എഴുതി. ദെൻ ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ക്രെഡിറ്റേഴ്സ് ഒന്നാമത്തെ സ്റ്റെപ്പിൽ വേണം. അതെന്താണ്ടായേക്കണത്? ലെസ് ഡിക്രീസിങ് ആണ്. അപ്പോൾ നമുക്കത് ഫസ്റ്റ് സ്റ്റെപ്പിൽ ആവശ്യമുള്ളതാണ്. അതെന്തുണ്ടായേക്കണത്? ക്രെഡിറ്റേഴ്സ് കുറഞ്ഞേക്കാണ്. കറണ്ട് ലയബിലിറ്റി കുറഞ്ഞാൽ ലെസ് ചെയ്യണം. അപ്പോൾ അവിടെ 1 എഴുതിയിട്ട് ലെസ് എഴുതിക്കോളൂ. ദെൻ ലോൺ എന്താണ്? തേർഡ് സ്റ്റെപ്പിലേക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ അവിടെ 3 എഴുതി. ദെൻ അസറ്റ് സൈഡ് നോക്കുക. ലാൻഡ് സെക്കൻഡ് സ്റ്റെപ്പ്, പ്ലാൻ സെക്കൻഡ് സ്റ്റെപ്പ്, ഡെപ്റ്റേഴ്സ് ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് ആവശ്യമുള്ളതാണ്. ഡെപ്റ്റേഴ്സ് കൂടിയിരിക്കുകയാണ്. കറണ്ട് അസറ്റ് കൂടിയാൽ ലെസ് ചെയ്യണം. അപ്പോൾ 1 എഴുതിയിട്ട് ലെസ് എഴുതിക്കോളൂ. സ്റ്റോക്ക് കുറഞ്ഞിരിക്കുകയാണ്. കറണ്ട് അസറ്റ് കുറഞ്ഞാൽ ആഡ് ചെയ്യണം. അപ്പോൾ 1 എന്ന് പറഞ്ഞിട്ട് ആഡ് എന്ന് എഴുതാം. ദെൻ ക്യാഷ് നമുക്ക് ഏറ്റവും അവസാനം ആവശ്യമുള്ള ഐറ്റമാണ്. അപ്പോൾ എളുപ്പമാണ്. അധികം കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തൊരു സിമ്പിൾ പ്രോബ്ലം ആണ്. അപ്പോൾ നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ 1 എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എഴുതി. ആദ്യം നമ്മൾ എന്താ എഴുതാറ്? ഇൻഡയറക്റ്റ് മെത്തേഡാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ പ്രോഫിറ്റ് ഫോർ ദി ഇയർ കണ്ടുപിടിക്കാം. പ്രോഫിറ്റ് ഫോർ ദി ഇയർ കണ്ടുപിടിക്കാനായിട്ട് ഇതിൽ തന്നിരിക്കേണ്ട റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ്. അതിന് ഡിഫറൻസ് എന്ന് പറയുന്നത് 1000 ആണ്. അപ്പോൾ പ്രോഫിറ്റ് ഫോർ ദി ഇയർ എന്ന് പറഞ്ഞിട്ട് 1000 എന്ന് എഴുതി. പിന്നെ നമ്മൾ 3 ഐറ്റംസ് ആണ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. കറണ്ട് ലയബിലിറ്റി ആയിട്ട് വേറെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസോ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസോ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ആ കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റി അഡ്ജസ്റ്റ്മെൻറ്റുകൾ മാത്രം മതി. അതിൽ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ആകെ ഒരു ഐറ്റം ഉള്ളൂ. ദാറ്റ് ഈസ് സ്റ്റോക്കാണ്. അപ്പോൾ ആഡ് എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് എന്തുണ്ടായേക്കുന്നത്? കുറഞ്ഞിരിക്കുകയാണ്. സോ ഡിക്രീസ് ഇൻ സ്റ്റോക്ക് എന്ന് എഴുതാം. ഡിഫറൻസ് എമൗണ്ട് എത്രയാണ് വന്നിരിക്കുന്നത്? 200 ആണ്. സോ ഡിക്രീസ് ഇൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് 200 എഴുതി. ദെൻ ലെസ് എന്ന് പറഞ്ഞിട്ട് 2 ഐറ്റംസ് നമുക്ക് ലെസ് ചെയ്യാനുണ്ട്. ഒന്ന് ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സ് കൂടിയിരിക്കുകയാണ്. ഇൻക്രീസ് ഇൻ ഡെപ്റ്റേഴ്സ് എന്ന് എഴുതി. ഡിഫറൻസ് എമൗണ്ട് 300 ആണ്. 300 എഴുതി. ദെൻ പിന്നെ ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സ് കുറഞ്ഞിരിക്കുകയാണ്. ഡിക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഡിഫറൻസ് എമൗണ്ട് 400 എഴുതി. അപ്പോൾ ഇങ്ങനെ 3 ഐറ്റംസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് 3 നമ്മൾ ആഡും ലെസ്സും എഴുതി. നമ്മളെ ടോട്ടൽ എമൗണ്ട് ഔട്ടർ കോളത്തിലേക്ക് എഴുതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 500 കിട്ടും. അതാണ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 500 കിട്ടി. ഓക്കെ. ദെൻ 2 എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എഴുതാം. നമുക്ക് 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആകെ 2 ഐറ്റംസ് ആണ് എഴുതിയിരിക്കുന്നത്. നോക്കുക. ലാൻഡ് എന്തുണ്ടായേക്കുന്നത്? 5000 ആയിട്ട് തന്നെ കെടുക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ നമുക്കത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ വരേണ്ട ആവശ്യമില്ല. അപ്പോൾ അതവിടെ അങ്ങനെ തന്നെ നമുക്ക് ഒഴിവാക്കാം. പിന്നെ പ്ലാന്റ് എന്തുണ്ടായേക്കുന്നത്? 2400 എന്നുള്ളത് 3400 ആയിട്ട് കൂടി. അതായത് പ്ലാന്റ് നമ്മൾ പുതുതായിട്ട് 1000 രൂപ വിലയുള്ള പുതിയ പ്ലാന്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നു. സോ എന്തെന്ന് എഴുതണം? പർച്ചേസ് ഓഫ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. നമ്മൾ പ്ലാന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവാണ് ചെയ്യുന്നത്. സോ അത് ബ്രാക്കറ്റിലിടണം. ബ്രാക്കറ്റിൽ 1000 എന്ന് എഴുതി. ഓക്കെ. പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളെ കയ്യിൽ ക്യാഷ് പോണത് കൊണ്ടാണ് അത് ബ്രാക്കറ്റിലിട്ടത്. പിന്നെ വേറെ 2 എന്ന് പറഞ്ഞ ഐറ്റംസ് വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്കത് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ 1000 ഒറ്റ ഫിഗർ മാത്രമേ ഉള്ളൂ. ഔട്ടർ കോളത്തിലേക്ക് ബ്രാക്കറ്റിൽ 1000 എന്ന് എഴുതി. അതിൻ്റെ നേരെ എന്തെന്ന് എഴുതി? നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എഴുതി. അപ്പോൾ 1ഉം 2ഉം കണ്ടുപിടിച്ച് കഴിഞ്ഞു. ദെൻ 3 എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി എഴുതി. നമ്മൾ 2 എണ്ണത്തിനാണ് 3 എന്ന് എഴുതിയേക്കുന്നത്. ആദ്യത്തെ ഷെയർ ക്യാപിറ്റലാണ്. ഷെയർ ക്യാപിറ്റൽ എന്തുണ്ടായത്? 8000 എന്ന് പറഞ്ഞത് 8500 ആയിട്ട് കൂടി. അതായത് 500 രൂപ കൂടി. അതിൻ്റെ അർത്ഥം നമ്മൾ പുതുതായിട്ട് ആ വർഷം 500 രൂപയുടെ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് എഴുതേണ്ടത്? ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എത്രയാണ്? 500 എഴുതി. ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനിക്ക് ക്യാഷ് വരികയാണ് ചെയ്യുന്നത്. സോ ബ്രാക്കറ്റ് ഇടേണ്ട ആവശ്യമില്ല. അടുത്ത എന്താണ്? റേസിംഗ് ഓഫ് ലോൺ ആണ്. അതായത് നമ്മൾ ലോൺ ഓപ്പണിംഗ് ഉണ്ടായിരുന്നില്ല. നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ഓപ്പണിങ്ങിൽ ഇതുണ്ടായിരുന്നില്ല. പക്ഷേ ക്ലോസിംഗ് ആയപ്പോൾ എമൗണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ ആ വർഷം പുതുതായിട്ട് ലോണ് എടുത്തിട്ടുണ്ട്. സോ റേസിംഗ് ഓഫ് ബാങ്ക് ലോൺ എന്ന് പറഞ്ഞിട്ട് എത്ര രൂപയാണ്? 500 ആണ്. അതും എഴുതി. ലോൺ എടുക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രാക്കറ്റിൽ ഇടേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ മൂന്നാമത്തെ ഐറ്റത്തിലും വരുന്ന 2 ഐറ്റമാണുള്ളത്. അത് രണ്ടും നമ്മൾ എഴുതി. ടോട്ടൽ ചെയ്യാൻ രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് ടോട്ടൽ ചെയ്ത് ടോട്ടൽ നമ്മൾ പുറത്തേക്ക് എഴുതി 1000 എന്ന് എഴുതി. അതിൻ്റെ നേരെ നമ്മൾ എന്തെന്ന് എഴുതി? നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി എന്ന് എഴുതി. ഓക്കെ.
അപ്പം 3 സെപ്പറേറ്റ് ഹെഡ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്ത് കണ്ടുപിടിക്കുക? നെറ്റ് ക്യാഷ് ഫ്ലോ ഫോർ ദി ഇയർ എന്ന് പറഞ്ഞിട്ട് ഈ 3 കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ട്. സെക്കൻഡിൻ്റെ നെഗറ്റീവ് ഫിഗർ ആണ്. അപ്പോൾ അതും തേർഡിൻ്റെ 1000ഉം പോസിറ്റീവ് 1000 ഉണ്ട്, നെഗറ്റീവ് 1000 രണ്ട് സെറ്റ് ഓഫ് ആയി. അപ്പോൾ ബാക്കി എത്രയുള്ളൂ? 500 ഉള്ളൂ. അതാണ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫോർ ദി ഇയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 500 എഴുതി. ദെൻ ഓപ്പണിംഗ് ക്യാഷ് നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വൽ അറ്റ് ദ ബിഗിനിങ്. ഓപ്പണിംഗ് ക്യാഷ് എത്രയാണ്? 400 ആണ്. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 900 കിട്ടും. അത് തന്നെയാണ് നമ്മുടെ ക്ലോസിംഗ് ക്യാഷ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ നമ്മൾ എന്തെന്ന് എഴുതി? ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വൽ അറ്റ് ദി എൻഡ് ദാറ്റ്സ് ഇസ് ഈക്വൽ ടു 900. ഓക്കെ, അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു സിമ്പിൾ പ്രോബ്ലം ആണ്. ഒട്ടുമിക്കതും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരാറ്. മറ്റേ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫസ്റ്റ് ചെയ്ത പോലെ അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് വരാറില്ല. അതുകൊണ്ട് അത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ. പക്ഷേ ഇതുപോലത്തെ സിമ്പിൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകം പഠിച്ചു വെക്കണം. ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഏതൊക്കെ ഹെഡ്സിലേക്കാണ് നോക്കുക, അതിൻ്റെ പേര് എഴുതുക, പിന്നെ ആ ഓർഡറിൽ അങ്ങോട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.